കുട്ടികളിലൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അത് വരുന്നത് ഈ ഒരു ഫുഡ് കഴിക്കുന്നതിന്റെ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ കുട്ടികളിൽ സംഭവിക്കുന്നത്? കൂടുതലായിട്ടും ഫുഡ് കഴിച്ചിട്ട് ഉള്ള പ്രശ്നമാണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പം മറ്റ് പ്രോബ്ലംസ് വരില്ല എന്നല്ല, ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെയറാണ്. പക്ഷെ കുട്ടികളിൽ കൂടുതലും ഫുഡിൻ്റെ ഒരു പാറ്റേൺ വെച്ച്, കാരണം കുട്ടികൾ കൂടുതലും ഈ പറഞ്ഞ പോലെ മൈദയോ ബിസ്ക്കറ്റ് പിന്നെ നൂഡിൽസ് അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് കൂടുതലും കഴിക്കുക. പിന്നെ നോൺ വെജ് ആയിരിക്കും കൂടുതൽ താല്പര്യപ്പെടുന്നത്. ലേസ് അങ്ങനെയുള്ള ചിപ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം. പക്ഷേ ഈ കുട്ടികളൊന്നും ഇപ്പം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫൈബർ ഒന്നും അവരുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു കുടലിനകത്ത് നമ്മൾ നോർമലി ഒരു ഫൈബർ ഒരു 60-70% ഫൈബർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോഡിക്കകത്ത് ആ കുടലിനകത്തുള്ള ന്യൂട്രിയൻസ് എല്ലാം ബോഡി വലിച്ചെടുക്കുവാണ്. അപ്പോൾ ഒന്നും തന്നെ അതിനകത്ത് ബാക്കിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കയറിയ ഒരു കല്ല് പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാർഡായിട്ടുള്ളൊരു ഫീക്കൽ മാറ്ററാണ്, അതായത് മോഷനാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് തള്ളി വിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ വളരെയധികം സ്ട്രെയിൻ ചെയ്ത് ഇത് നല്ല ഹാർഡായി സ്ട്രെയിൻ ചെയ്ത് തള്ളി വിടുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള ആ ഒരു രക്തത്തിൻ്റെ ലൈനിങ്ങിനൊക്കെ നമ്മൾ ഈ വായിക്കകത്തുള്ള പോലെ മിനുസമുള്ള ആയിട്ടുള്ളൊരു ലൈനിങ്ങാണ്. അപ്പോൾ ഈ ഹാർഡ് മോഷൻ പോകുമ്പോൾ അത് മുഴുവൻ ഒരഞ്ഞ് അത് തീർച്ചയായിട്ടും അവിടെ ബ്ലീഡിങ് ആയിട്ട് തന്നെ വരും. അതിനാണ് ഫിഷർ എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് ഈ ഒരു പ്രഷർ കാരണം പതുക്കെ പതുക്കെ പൈൽസ് വരും. കുഞ്ഞു കുട്ടികൾക്ക് വരെ പൈൽസ് വരാൻ ഇപ്പം വളരെ കോമൺ ആയിട്ടുള്ള റീസൺ ഇതാണ് കാണപ്പെടുന്നത്.